തൃശൂർ കളക്ടറെ ബന്ദിയാക്കിയ സംഭവത്തിൽ മലയോര സംരക്ഷണ സമിതി പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു. സ്ത്രീകളും മുതിർന്നവരുമടക്കം 60 പേർ പ്രതിസ്ഥാനത്ത് വന്ന അപൂർവം കേസിലാണ് വിധി. ഒല്ലൂർ മണ്ഡലത്തിലെ മലയോര കർഷകർക്ക് പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 2015 ഓഗസ്റ്റ് 8-നാണ് കളക്ടറായിരുന്ന എസ് ഷാനവാസിനെ മലയോര സംരക്ഷണ സമിതി പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് ഇരച്ചുകയറി ചേംബർ വളഞ്ഞ് ഉപരോധിച്ചത്. പ്രധാന വാതിൽ പൂട്ടിയതോടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പോലീസ് ചേംബറിന്റെ മറ്റൊരു വാതിൽ തുറന്ന് കളക്ടറെ പുറത്തെത്തിച്ചത്. സംഭവത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെ 6 വകുപ്പുകൾ ചുമത്തിയ പോലീസ് വയോധികരും സ്ത്രീകളും അടക്കം 60 സമരക്കാർക്കെതിരെ കേസെടുത്തു. ഇതിലാണ് തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമരക്കാർക്ക് അനുകൂലമായ വിധി പറഞ്ഞത്. നടന്നത് ബന്ദിയാക്കലല്ല, പ്രതിഷേധ പ്രകടനമായിരുന്നു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഒല്ലൂരിലെ ഈ മലയോര കർഷകർ ഒരുപാട് കാലമായി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പട്ടയം കിട്ടാതെ 2-3 ജനറേഷൻ മരിച്ചുപോയി. ഇപ്പോഴും ആ പട്ടയം കൊടുക്കാൻ പറ്റിയില്ല. അതിന്റെ പ്രതിഷേധമായിരുന്നു കളക്ടറെ ചേംബറിന്റെ മുന്നിൽ അവർ പോയത്. അതൊരു പ്രതിഷേധമാണ്, ഒരു മാനുഷികമായ ജനാധിപത്യമായ പ്രതിഷേധമാണ്. അതിനെ പോലീസും അധികാരികളും വളച്ചൊടിച്ചിട്ട് കളക്ടറെ ബന്ദിയാക്കി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഈ പാവങ്ങൾക്കെതിരെ കേസെടുത്താണ്. അത് സത്യത്തിൻ്റെ കൂടെയാണ് കോടതി എന്ന് ഈ വിധിയോടുകൂടി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഈ 60-ൽ പരം ഈ മലയോര കർഷകരെ കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. കോടതിയിലെത്തിയ സ്ത്രീകളും മുതിർന്നവരും മധുരപലഹാരം വിതരണം ചെയ്താണ് വിധിയെ സ്വീകരിച്ചത്. ഒപ്പം കോടതിയിൽ തങ്ങൾക്കായി ഹാജരായ KPCC സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിനെയും സമര നേതാക്കളെയും പൊന്നാടയണിയിച്ചും അനുമോദിച്ചു. തങ്ങളുടെ പട്ടയ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടില്ലെന്നും തങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇനിയെങ്കിലും ശാശ്വത പരിഹാരം വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം. വളരെയധികം സന്തോഷം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭൂമിക്ക് വേണ്ടിയുള്ള, ഞങ്ങളുടെ കിടപ്പാടത്തിന് വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ നടത്തിയത്. ഒരു പൊതുമുതൽ നശിപ്പിക്കാതെ വളരെ ഗാന്ധിയൻ മോഡലിലുള്ള സഹന സമരമാണ് ഞങ്ങൾ നടത്തിയത്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് കോടതി ഞങ്ങളെല്ലാവരെയും വെറുതെ വിട്ടു. പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. നിസ്സാരം മാത്രം കുറച്ച് ആളുകൾക്ക് കണ്ണിൽ പൊടിയിടുന്ന പോലെ കുറച്ച് പട്ടയം കൊടുത്ത് മാത്രം പറഞ്ഞ് പറ്റിക്കുന്ന തരത്തിലേക്കാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഒരു കാരണവശാലും ഈ വിഷയം പരിഹരിക്കുന്നത് വരെ മലയോര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ചെറുത്തുനിൽപ്പും അതുപോലെ തന്നെ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് പട്ടയം കിട്ടാത്ത ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന 3 പ്രശ്നങ്ങളാണ്. പട്ടയം കിട്ടാത്ത പ്രശ്നം, ഞങ്ങൾ നട്ടു വളർത്തിയ മാവ്, പ്ലാവ്, പുളി എന്നുള്ള സാധനങ്ങൾ മുറിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അഥവാ മുറിച്ചാൽ വണ്ടിയും തൊണ്ടിയും അടക്കമുള്ള സാധനങ്ങൾ ഫോറസ്റ്റുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പിലേക്ക് പോണു. കാട്ടിലുള്ള കാട്ടുമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും കൃഷിക്കാരുടെ മരണത്തിന് പോലും കാരണമാകുന്നു. ഇതെല്ലാം കണ്ടിട്ട് കണ്ണടച്ച് നിൽക്കുന്ന രീതിയിലേക്കാണ് സർക്കാരുകളുടെ നീക്കം വരുന്നത്. ദിവസങ്ങളായി കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു 800ഓളം വരുന്ന സമരക്കാർ കളക്ടറേറ്റിലേക്ക് മുന്നറിയിപ്പില്ലാതെ ഇരച്ചു കയറിയത്. ബലപ്രയോഗത്തിനൊടുവിലാണ് സമരക്കാരെ പോലീസ് ഒഴിപ്പിച്ചത്. ചേംബർ ഉപരോധിച്ച് നടന്ന സമരത്തിൽ തനിക്ക് പരാതിയില്ലെന്ന കളക്ടറായിരുന്ന ഷാനവാസിന്റെ നിലപാടും കേസിൽ നിർണായകമായി. TCV തൃശൂർ.